അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമുക്കങ്ങനെ മനോഹരമായ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കഴിഞ്ഞു. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായത്. അൽഹംദുലില്ലാ, നമുക്ക് ഏവർക്കും ലൈഫിൽ എന്നും എന്നും അത്യാവശ്യമുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. 1 മിനിറ്റ്. നമുക്ക് ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷവും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലായി ജീവിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടും നമ്മുടെ ഓരോ ശരീരഭാഗങ്ങളെ കുറിച്ചിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡിലേക്കും ആണ് നമ്മൾ ഇതുവരെയായും സഞ്ചരിച്ചുകൊണ്ടുണ്ടായത്. നമ്മുടെ ശരീരത്തിന്റെ ഏകദേശ പാർട്സ് ഒക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇനിയും കുറെ ഭാഗങ്ങളൊക്കെ നമ്മളിലേക്ക് മിസ്സായിട്ടുണ്ട് അല്ലെ. ഇനിയും നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഓരോ അവയവങ്ങളെടുത്ത് നമുക്ക് ഇനിയും ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കാനുണ്ട് എന്നുള്ളതാണ്. അൽഹംദുലില്ലാ, നമുക്ക് ഈ ഒരു കുറച്ച് സമയം, ചുരുങ്ങിയ സമയത്താണെങ്കിലും ചെറിയ രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക്, നമ്മുടെ റബ്ബിലേക്ക് ഒന്നടുത്തിരിക്കാൻ, അതും ഈ പ്രഭാതത്തിൽ ഏറ്റവും നല്ല ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം തന്നതിന്, അതിനുള്ള അവസരം തന്നതിന്, അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നതിന് അള്ളാഹുവിനെ ആത്മാർത്ഥമായും സ്തുതിച്ചുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു നിമിഷം നിങ്ങളിലേക്ക് വരും. അപ്പൊ ഇൻഷാ അള്ളാ, നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും, നമുക്ക് ഏതൊരു സെക്കൻഡും ഏതൊരു നിമിഷവും ഞാൻ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, നാം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, നാം പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന, ഇനി എന്ത് എന്ന് നാം മുമ്പിലോട്ടേക്ക് ചിന്തിച്ചുകൊണ്ട് ഇനി ഒരു വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് സകല വഴികളും അടഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് പോലും നമ്മുടെ മുന്നിൽ നമ്മളുടെ ഇലാഹുണ്ട്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. നമ്മൾ പലപ്പോഴും പറയുന്നൊരു സംഭവമുണ്ട്. എന്താണ്? അല്ലാഹുവേ, എനിക്ക് ആ പ്രശ്നമുണ്ട്, അത് മാറ്റണേ. അല്ലാഹുവേ, എനിക്ക് രോഗമുണ്ട്, അത് മാറ്റണേ. അങ്ങനെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമുക്കുള്ള പ്രയാസങ്ങളും നമുക്കുള്ള ബുദ്ധിമുട്ടുകളും നമുക്കുള്ള പരിഭവങ്ങളും നമ്മൾ നമ്മുടെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ നമുക്കുള്ള ബുദ്ധിമുട്ടുകളും പരിഹാരവും പ്രയാസവും നാം നമ്മുടെ റബ്ബിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിലും അപ്പുറത്തേക്ക് നമുക്ക് പറയാനുള്ള വേറൊരു ശൈലി, നമ്മളിപ്പോ ആരെങ്കിലും ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ ആക്രമിക്കാൻ വരുന്ന വ്യക്തിയോട് നമ്മൾ എന്താ പറയാ? നീ എന്നെ ആക്രമിക്കാൻ വന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്നൊരാളുണ്ട്, അവരെന്നെ രക്ഷിച്ചോളും എന്ന് നമ്മുടെ വാപ്പയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ആൺമക്കളെ കുറിച്ചിട്ടോ നമ്മുടെ സഹോദരന്മാരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും അല്ലെ. കാരണം നമുക്ക് സ്കൂളിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആരെങ്കിലും നമ്മളെ എന്തെങ്കിലുമൊക്കെ വികൃതിയാക്കിയാൽ, എന്തെങ്കിലുമൊക്കെ നമ്മുടെ ബുദ്ധിമുട്ടിച്ചാൽ നമ്മൾ എന്ത് പറയും? എനിക്ക് ഇന്ന ആളുണ്ട്, ഞാൻ അവരോട് പോയി പറഞ്ഞു കൊടുക്കും എന്ന് പറയും അല്ലെ. അതൊക്കെ പോട്ടെ, നമ്മള് ചെറിയ കുട്ടികളോട് വീട്ടിൽ നിന്ന് കുട്ടികൾ എന്തെങ്കിലും വികൃതി കാട്ടി നമ്മൾ എന്താ പറയാ? 2 മക്കളുണ്ട്, അതിൽ ഒരാളോട് വികൃതി കാട്ടിയാൽ എന്താ പറയാ? ഉപ്പ വരും, നമുക്ക് ഉപ്പായോട് പറഞ്ഞു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? കുട്ടിയെ നമ്മൾ സമാധാനിപ്പിക്കും അല്ലെ. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ പ്രയാസത്തെ നമ്മളെ സമാധാനിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തി ഉണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമ്മളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ പ്രശ്നങ്ങളെ വിളിച്ചുകൊണ്ട് എന്താണ് പറയുന്നത്? നമ്മൾ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ പറയാണ് ചെയ്യുന്നത്. പകരം നമ്മുടെ പ്രശ്നങ്ങളോട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങാം. ജസ്റ്റ് ഒരു തലവേദന ആയിക്കോട്ടെ, എന്റെ തലവേദന, എനിക്കൊരു റബ്ബുണ്ട്, എന്റെ റബ്ബ് നിന്നെ എന്നിൽ നിന്ന് മാറ്റിത്തരും. നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമാണെങ്കിൽ ആ പ്രയാസത്തിന് അണ്ടർലൈൻ ഇട്ട് ആ പ്രയാസത്തിന് വിളിക്കുക, ആ പ്രയാസത്തിനോട് പറയാ, എന്റെ പ്രയാസമേ, എനിക്കൊരു റബ്ബുണ്ട്, എന്റെ റബ്ബ് വന്ന് എന്റെ ഈ പ്രയാസത്തെ മാറ്റിത്തരും. അപ്പോൾ ഈ ഒരു പ്രയാസം, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു നമ്മളിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടോട് നമുക്കൊരു റബ്ബുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു പ്രയാസം പെട്ടെന്ന് തന്നെ നമ്മളിൽ നിന്ന് മാറിപ്പോവും. കാരണം എന്താണ്? പ്രയാസത്തിനോട് നമ്മൾ എന്ത് പറയാണ്? നമുക്ക് ഏത് രീതിയിലും നമ്മളെ രക്ഷിക്കാനായ, ഏത് രീതിയിലും നമുക്ക് കാവലേകുന്ന നമ്മളുടെ റബ്ബ്, ഒരു പ്രൊട്ടക്ഷൻ നമ്മളിലേക്ക് ഉണ്ട് എന്ന് ആ ഒരു പ്രയാസത്തോട് നമ്മൾ പറയലോട് കൂടെ തന്നെ ആ ഒരു പ്രയാസത്തിന്, ആ ഒരു ബുദ്ധിമുട്ടിന് പിന്നീട് നമ്മുടെ കൂടെ അധിക നാളെ നിൽക്കുക എന്നുള്ളതിന് അത്രമാത്രം കഴിവുണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം നമ്മൾ പ്രയാസത്തിനെ ആരെ കാണിച്ചുകൊണ്ടാണ്
പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ള നമ്മുടെ ഇലാഹിനെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ആ ഒരു സെന്റൻസിലേക്ക് നമ്മൾ അല്പം മാറ്റം വരുത്തുക. എന്റെ പ്രയാസമേ, എനിക്കൊരു റബ്ബുണ്ട്. എന്റെ സങ്കടമേ, എനിക്കൊരു റബ്ബുണ്ട്. അങ്ങനെ നമുക്കുള്ള പ്രയാസത്തിനോട് നമ്മുടെ റബ്ബിനെ കുറിച്ചിട്ട് നാം സംസാരിക്കുമ്പോൾ നമ്മളുടെ പ്രയാസങ്ങൾ പെട്ടെന്ന് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അങ്ങനെ ആ ഒരു പ്രയാസം നമ്മളിൽ നിന്ന് മാറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഓരോ നിമിഷവും നമ്മളുടെ റബ്ബ് നമ്മളിലേക്ക് വരുന്ന, ഓരോ നിമിഷവും നമ്മളെ റബ്ബ് നമ്മളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഗ്രാറ്റിറ്റ്യൂഡിനെ, ആ നന്മയെ നാം അറിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഗ്രാറ്റിറ്റ്യൂഡിനെയും ആ നന്മയെയും നാം അറിഞ്ഞ് ആസ്വദിച്ച് അനുഭവിച്ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളോട്, നമ്മുടെ പ്രയാസങ്ങളോട് ഈ ഒരു രീതിയിൽ സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, നമ്മുടെ വാപ്പ ആയിക്കോട്ടെ, അങ്ങനെ ആരും ആയിക്കോട്ടെ, ആ ഒരു വ്യക്തി എല്ലാ സമയത്തും നമ്മുടെ കൂടെ നമുക്കൊരു പൊട്ടൻഷ്യലിൽ ഉണ്ട് എന്നുള്ള ആ ഒരു ബോധം നമ്മൾക്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളിലേക്ക് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് സംസാരിക്കാൻ അവിടെ ഓർമ്മ വരുന്നുള്ളത്. പക്ഷെ നമ്മളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി ഇല്ല. ഈ ഒരു വ്യക്തി നമ്മളെ എന്നും ബുദ്ധിമുട്ടിക്കുന്ന, എന്നും സങ്കടപ്പെടുത്തുന്ന, എന്നും പ്രയാസപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പുറത്തു നിന്ന് വരുന്ന ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ വ്യക്തിയുടെ പേരെടുത്ത് പറയാൻ നമുക്ക് ഓർമ്മയിലുണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഓരോ നിമിഷത്തിലും നാം നമ്മുടെ ഇലാഹിനെ നമ്മൾ നിറച്ചുക്കണേ. ഇലാഹിലേക്കുള്ള അടുപ്പത്തെ, ഇലാഹിലേക്കുള്ള സ്നേഹത്തെ, ഇലാഹിലേക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡിനെ, ഇലാഹ നൽകിയതിനെ കുറിച്ചിട്ട് ഓരോ നിമിഷവും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് വരുന്ന ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും നമുക്ക് ആദ്യം ഓർമ്മയിലേക്ക്, ആദ്യം കണക്ട് ചെയ്യാൻ നമ്മുടെ റബ്ബിനെ ആയിരിക്കാം. അല്ലാതെ നാം നമ്മുടെ അയൽവക്കക്കാരോടോ നമ്മുടെ കുടുംബക്കാരോടോ പോയി നമ്മുടെ പ്രയാസങ്ങൾ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറില്ല എന്നുള്ളതാണ്. അപ്പൊ ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രയാസവും നമ്മുടെ പരിഭവവും നമ്മുടെ ബുദ്ധിമുട്ടുകളും എല്ലാം നാം നമ്മളുടെ റബ്ബിനോടാണ് ഷെയർ ചെയ്യുന്നുള്ളത് എങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ ഇലാഹിനെ ഓർമ്മയിലേക്ക് വരും. അങ്ങനെ ആ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എന്നും ഗ്രാറ്റിറ്റ്യൂഡിലായിരിക്കണം. ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൽ മാത്രമായിരിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡിനായി നമ്മുടെ ഒരു ജീവിതത്തെ നിലനിർത്താൻ വേണ്ടി തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടുന്നില്ല. ഇനി കുറച്ച് നേരത്തെ ക്ലാസ് നിർത്തുകയാണ്. ഇന്ന് ഇത്രയും പറഞ്ഞ കണ്ടന്റ് തന്നെ നിങ്ങൾക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ടാവും എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും എല്ലാവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് പുസ്തകം എടുക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. പിന്നെ എന്നും ചോദിക്കുന്നത് പോലെ ചോദിക്കാണ്. നിങ്ങൾ ഫീഡ്ബാക്ക് പറയുന്നില്ല, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. നിങ്ങൾ അവിടെ ആക്റ്റീവ് ആവുക, കൂടുതൽ നിങ്ങൾ ആക്റ്റീവ് ആവുക. നിങ്ങൾ ആക്റ്റീവ് ആവുന്നതിനനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.